കണ്ണൂർ ചെറുപുഴ തിരുമേനിയിൽ CITU സമരത്തിൽ പങ്കെടുക്കാതിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളിക്ക് തൊഴിൽ നിഷേധമെന്നാണ് പരാതി. കുഴിക്കാട്ട് റെജിക്കാണ് ദുരനുഭവം ഉണ്ടായത്. സംഭവത്തിൽ റെജി പഞ്ചായത്തിൽ പരാതി നൽകി. ആദ്യം റെജിയുടെ വാക്കുകളൊന്ന് കേട്ട ശേഷം വാർത്തയുടെ വിശദാംശങ്ങളുമായി മിഥുൻ പിള്ള ചേരും. ഞാൻ അവിടുന്ന് ഇറങ്ങി ഇവിടം വരെ വരുവോളം സുനിതനെ വിളിച്ചു. സുനിത 10-15 പ്രാവശ്യം വിളിച്ചിട്ടും സുനിത ഫോൺ എടുത്തില്ല. പിന്നെ വത്സലേനെയും വിളിച്ചു, സിജിയെയും വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, റാലിക്ക് വന്നില്ലല്ലോ, അങ്ങനെ അതുകൊണ്ട് സുനിതാ മെമ്പർ അന്നേരം പറഞ്ഞായിരുന്നു, ഇത് നമ്പർ തരാൻ പറഞ്ഞു, പേരും തരാൻ പറഞ്ഞു വരാത്തവരുടെ. അങ്ങനെ വന്നപ്പം അതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ പറഞ്ഞു വാർഡിലുള്ള മെമ്പറും മേറ്റുമാരും പറഞ്ഞാൽ കുറച്ചൊക്കെ അനുസരിക്കണം എന്ന് വത്സല എന്നോട് പറയുകയും ചെയ്തു. അപ്പം ഞാനിവിടെ വന്ന് വിളിച്ചു. പിന്നെ ജോയിച്ചേട്ടനെ വിളിച്ചു. ജോയിച്ചേട്ടൻ അന്നേരം എന്നോട് പറഞ്ഞത് ഇന്നപോലെയാണ് പറഞ്ഞത്, റാലിക്ക് അന്ന് ഓഗസ്റ്റ് 27 റാലി ഉണ്ടായിരുന്നു, അതിന് പങ്കെടുക്കണമെന്ന് നിർബന്ധമായിട്ടും പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഇവര് ആ കാരണങ്ങൾ കൊണ്ടാണ് ഇത് പണി വെക്കാത്തത് എന്നാണ് വിവരം കിട്ടിയത്. വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, CITU സമരത്തിൽ പങ്കെടുത്തില്ല, അപ്പോൾ തൊഴിലുമില്ല, എന്താണ് സംഭവിച്ചത്? നിലവ ഇക്കഴിഞ്ഞ 27-ാം തീയതി CITUവിന്റെ നേതൃത്വത്തിൽ ഒരു സമരം ഈ പോസ്റ്റ് ഓഫീസുകൾക്ക് മുൻപിൽ ഉണ്ടായിരുന്നു. ആ സമരത്തിൽ പങ്കെടുക്കാതിരുന്ന ആളാണ് ഈ റെജി എന്ന് പറയുന്ന തൊഴിലുറപ്പ് തൊഴിലാളി. അവരുടെ വ്യക്തിപരമായ ചില ആവശ്യങ്ങളെ തുടർന്നാണ് ആ സമരത്തിൽ പങ്കെടുക്കാതിരുന്നത്. തുടർന്ന് തൊട്ടു പിന്നാലെ ഈ തൊഴിലുറപ്പ് പണിക്ക് എത്തിയ സമയത്താണ് ഈ മസ്റ്ററോളിൽ അവരുടെ പേരില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അന്വേഷിച്ചപ്പോഴാണ് ഈ സമരത്തിൽ പങ്കെടുക്കാത്ത ആളുകളുടെ പേരുകൾ അവിടെ ഉണ്ടായിരുന്ന വാർഡ് മെമ്പർ പേരും അതുപോലെ തന്നെ ഇവരുടെ നമ്പറും ഈ വാർഡ് നമ്പർ വാങ്ങിച്ചതായി മനസ്സിലാക്കിയത് വാർഡ് മെമ്പർ. തുടർന്ന് പിന്നീട് നോക്കിയപ്പോഴാണ് ഈ മസ്റ്ററോളിൽ തങ്ങളുടെ പേരുകളില്ല എന്നവർ മനസ്സിലായത്. ഇവരെ കൂടാതെ മറ്റ് 2 പേർക്കും സമാനമായൊരു സാഹചര്യം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മസ്റ്ററോളിൽ നിന്ന് പേരൊഴിവായി അവർക്ക് തൊഴിലുറപ്പ് പണിയെടുക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ ഇത് ഈ സമരത്തിൽ പങ്കെടുക്കാത്തതിന്റെ ദേഷ്യത്തെ തുടർന്നാണ് എന്നാണ് പിന്നീട് ഇവരുടെ അന്വേഷണത്തിൽ പോലും മനസ്സിലാക്കിയതെന്നാണ് പറയുന്നത്. തുടർന്ന് ഈ റെജി എന്ന് പറയുന്ന വ്യക്തിയെ അവർ പഞ്ചായത്തിലെത്തി പരാതി നൽകുകയായിരുന്നു. ഇങ്ങനെ സമരത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് സമരത്തിൽ പങ്കെടുക്കാതിരുന്നതിന്റെ പേരിൽ തങ്ങളുടെ തൊഴിലുറപ്പ് തൊഴിൽ നിഷേധിച്ചു എന്നാണ് അവർ പരാതി നൽകിയത്. ചെറുപുഴ പഞ്ചായത്തിലാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ പരാതിക്ക് ശേഷം അടുത്ത മസ്റ്ററോൾ ഉടനെ തയ്യാറാകാൻ പോവുകയാണ്. ആ സമയത്ത് ഇവരുടെ പേര് അതിനകത്ത് കൂട്ടിച്ചേർക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് വലിയ വിവാദമാവുകയും വലിയ വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവരുടെ പേര് വീണ്ടും ഈ ഒരു മസ്റ്ററോളിൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. ഏതായാലും CITUവിന്റെ സമരത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ തൊഴിലുറപ്പ് തൊഴിൽ നിഷേധിച്ചു എന്നത് ഒരിക്കലും നീതീകരിക്കാനാകില്ല എന്നൊരു വിമർശനം തന്നെയാണ് ഉയർന്നു വരുന്നത്.